മേഘയ്ക്ക് ജോലിയിൽ ശ്രദ്ധിക്കാനായില്ല. ഞാൻ വന്ന ദിവസം തന്നെ അവൻ എങ്ങനെ ഇവിടെ എത്തി? ഇവിടേക്ക് വരുന്ന വിവരം താൻ ആരോടും മനഃപൂർവ്വം പറഞ്ഞിരുന്നില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങുവാനുള്ള സമയമായപ്പോൾ മേഘ ജനൽ വഴി പുറത്തേക്ക് നോക്കി. അവിടെയൊന്നും അവൾ ആദ്യം കണ്ടില്ല. മേഘ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തു ഓഫീസിൽ നിന്ന് ഇറങ്ങി. മേഘ ചുറ്റുമൊന്ന് നോക്കി. ആദിയെ അവിടെയൊന്നും കാണാത്തതിൽ മേഘ ഒന്ന് ആശ്വസിച്ചു. മേഘ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ആദ്യം കണ്ട ഓട്ടോക്ക് കൈ കാണിച്ച് താമസ സ്ഥലത്തേക്ക് പോയി. ഓട്ടോ കാശ് കൊടുത്ത് മേഘ ഇറങ്ങിയതും ഹോസ്റ്റലിൻ്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന ആദിയെ മേഘ കണ്ടു. താൻ എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത്? ആദിയുടെ കാര്യത്തിൽ താൻ ഒരു തീരുമാനം എടുത്തതാണ്. ഇനി അവൻ എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകില്ല, മേഘ മനസ്സിൽ പറഞ്ഞു. മേഘ ആദിയുടെ അടുത്തേക്ക് വന്നു. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മേഘ ചോദിച്ചു. നിനക്ക് എന്നോട് വെറുപ്പാണെന്നറിയാം. നിന്നോട് മാപ്പ് ചോദിക്കാനുള്ള അർഹത എനിക്കില്ലല്ലോ മേഘ. ചെയ്തത് തെറ്റാണ്. എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ലാതെ എനിക്ക് എന്നോട് തന്നെയാണ് പുച്ഛവും വെറുപ്പും. നിന്നെപ്പോലെ ഒരുത്തനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഞാനാണ് വിഡ്ഢി, മേഘ അമർഷത്തോടെ പറഞ്ഞു. നിന്നെ ഒന്നും ബോധ്യപ്പെടുത്താൻ വന്നതല്ല. പക്ഷേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിന്നെ വന്ന് കണ്ട് മാപ്പ് പറയണമെന്ന് തോന്നി. ആര്യ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് അവളോടുള്ള ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ അവളെ മറന്നു. കൗമാരത്തിൽ തോന്നിയൊരു അടുപ്പം. കോളേജിൽ വെച്ചു ആദ്യം മറ്റാരേക്കാളും കൂടുതൽ നിനക്കറിയാമായിരുന്നല്ലോ മേഘ. പക്ഷേ നമ്മൾ ഒരിക്കലും ബ്രേക്കപ്പ് ആകുമെന്ന് ഞാൻ കരുതിയില്ല. അന്നേരം നിന്നോട് തോന്നിയ ദേഷ്യത്തിൽ പിരിഞ്ഞു പോയെങ്കിലും നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. നിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. നിന്റെ അച്ഛനെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ അച്ഛനോട് പറയാൻ പോയപ്പോഴാണ് അറിയുന്നത് അച്ഛനും അമ്മയും ആര്യയുടെ വീട്ടിൽ പോയി സംസാരിച്ചു എന്നും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു എന്നും. എൻ്റെ മനസ്സിൽ ആര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്മയാണ് അച്ഛനോട് ഇക്കാര്യം പറഞ്ഞ് അവതരിപ്പിച്ചത്. എൻ്റെ വാക്ക് കേൾക്കാനോ മുഖവിലക്ക് എടുക്കാനോ അച്ഛൻ തുനിഞ്ഞില്ല മേഘ. അച്ഛൻ കൊടുത്ത വാക്കായിരുന്നു അപ്പോൾ അച്ഛന് മുഖ്യം. നിശ്ചയത്തിന് മുമ്പ് ആര്യയെ 1-2 വട്ടം കണ്ടെങ്കിലും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ആര്യയുടെ ജാതകത്തിൽ ഉടൻ തന്നെ വിവാഹം നടത്തണമെന്ന് എഴുതിയിട്ടുള്ളതിനാൽ വേഗം തന്നെ വിവാഹം കഴിഞ്ഞു. ആര്യയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ എനിക്കവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല മേഘ. ഒരു ഒളിച്ചോട്ടം പോലെ ഇവിടെ വന്ന് ജോലിക്ക് ശ്രമിച്ചപ്പോഴാണ് നിന്നെ കണ്ടത്. കൈവിട്ടു പോയ ഏറ്റവും പ്രിയപ്പെട്ടത് തിരിച്ചു കിട്ടിയ ആവേശത്തിലായിരുന്നു ഞാൻ. പിണക്കങ്ങളൊക്കെ മറന്ന് നീയും എന്നോടെടുത്തപ്പോൾ പഴയതിനേക്കാളും ആവേശത്തിൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. ആര്യയെ മറന്നു. നാട്ടിലേക്ക് പോകുന്നതും വളരെ ചുരുക്കമായിരുന്നു. എന്നും നിനക്കറിവുള്ളതാണല്ലോ. ഇതിനിടയിൽ ആര്യ ഗർഭിണിയാണെന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നു. അന്നു മുതൽ നിന്നോടെല്ലാം പറയണമെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരിക്കലും നിന്നെ ചതിക്കണമെന്ന് ഞാൻ കരുതിയതല്ല മേഘ. പക്ഷേ അന്ന് ഓഫീസ് ഒരുക്കിയ പുതുവർഷ പാർട്ടിയിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ സംഭവിച്ചു പോയ ഒരബദ്ധമായിരുന്നു അത്. നീയും എതിർത്തില്ല. ആദി ഒന്ന് നിർത്തി. എന്നാൽ നിന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ഒരുപോലെ വിഷമവും എന്നാൽ ആര്യയെ ഓർത്തപ്പോൾ ആശ്വാസവും തോന്നി. നമുക്ക് രണ്ടാൾക്കും ജീവിതമാകുന്നു എന്ന് മനസ്സ് പറഞ്ഞു. എന്നാൽ നീ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാനും പകച്ചുപോയി. നീ എൻ്റെ കൂടെ വരുന്നു എന്നും ഈ വിവാഹത്തിന് കൂട്ടുനിൽക്കില്ലെന്നും പറഞ്ഞപ്പോൾ നിന്നെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന് ഞാൻ മനസ്സിലുറച്ചു. അതാണ് നിന്നെ ഞാൻ വിവാഹത്തിൻ്റെ അന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. ആര്യ എൻ്റെ മോളെ പ്രസവിച്ചു. എന്നാൽ എങ്ങനെയോ നമ്മുടെ റിലേഷൻ അവൾ അറിഞ്ഞു. അതിൻ്റെ ഷോക്കിലാണ് അവൾ. ആകെ മാറിയിരിക്കുന്നു. കുഞ്ഞിനെപ്പോലും അവൾ കാണിക്കാൻ കൂട്ടാക്കിയില്ല. എന്നെ ആട്ടിപ്പായിച്ചു. ആദി കണ്ണു തുടച്ചു. മതി ആദി, ഏറ്റുപറച്ചിൽ കഴിഞ്ഞുവെങ്കിൽ എനിക്ക് പോകായിരുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഒട്ടും മയമില്ലാതെ തന്നെ മേഘ സംസാരിച്ചു. മേഘ, ആര്യയുമായി ഒത്തുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ തെറ്റേറ്റു പറഞ്ഞാൽ പോലും അവൾ അതൊന്നും ക്ഷമിക്കില്ല. അതൊക്കെ ആദിയുടെ തോന്നലാണ്. നിങ്ങൾ വിവാഹിതരാണ്. ആര്യ ആദിയുടെ ഭാര്യയും അവൾ ആദിയുടെ കുഞ്ഞിൻ്റെ അമ്മയുമാണ്. അതൊന്നും ആദിക്കോ അവൾക്കോ നിഷേധിക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും അവൾ നിങ്ങളെ സ്വീകരിക്കും. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഞാൻ ആരുടെയും ജീവിതത്തിൽ ഒരു തടസ്സമാകില്ല. പിന്നെ എൻ്റെ ഉദരത്തിലുള്ള ജീവന് വലിയ ആയുസ്സില്ല. അത് എപ്പോൾ വേണമെങ്കിലും നിൽക്കുമെന്ന് ഡോക്ടർ വിധി എഴുതി. മേഘയുടെ ശബ്ദം ചിതറി. മേഘ, ആദിയുടെ ഒച്ച ഉയർന്നു. അതുകൊണ്ട് ആദി എന്നോർത്ത് വിഷമിക്കേണ്ട. എനിക്കിനി ഒരു കാലത്തും ഒരു ആൺതുണയിൽ ആവശ്യമില്ല. എനിക്ക് എൻ്റെ വഴിക്ക്, ആദിക്ക് ആദിയുടെയും. ദയവ് ചെയ്ത് ഇനി എന്നെ ഒരു കാരണവശാലും കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത്. ഇതൊരപേക്ഷയാണ്, പ്ലീസ്. മേഘ ആദിയെ ഒന്ന് നോക്കിയ ശേഷം ഹോസ്റ്റലിലേക്ക് കയറിപ്പോയി. റൂമിലേക്ക് കയറി വാതിലടച്ചു. കയറുന്ന ഹാൻഡ് ബാഗ് എടുത്ത് ദേഷ്യത്തോടെ മേഘ എറിഞ്ഞു. മറക്കണമെന്ന് കരുതുന്ന കാര്യങ്ങൾ വീണ്ടും എന്തിനാണ് കൺമുന്നിൽ കൊണ്ടുവരുന്നത് എൻ്റെ ഈശ്വര? കട്ടിലേക്ക് വീണ് കിടന്ന് മേഘ ആർത്തലച്ച് കരുന്നു.
എപ്പോഴോ മഴങ്ങിപ്പോയി. പിന്നെ മേഘ എഴുന്നേറ്റത് ഫോൺ ബെൽ അടിക്കുന്നത് കേട്ടാണ്. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് മേഘ ഫോൺ എടുത്തില്ല. എന്നാൽ തുടരെ അത് നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ മേഘ ഫോണിന് ആൻസർ ചെയ്തു. ഹലോ, മേഘയല്ലേ? അതെ, നിങ്ങൾ ആരാണ്? ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് മേഘ ചോദിച്ചു. അതെ, മേഘയാണ്. ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ DYSP ശങ്കർദാസ്, ആദിയുടെ അച്ഛനാണ്. മേഘ അതിശയത്തോടെ ഫോണിലേക്ക് നോക്കി. അവൾ പ്രതികരിക്കാതെ നിന്നപ്പോൾ ശങ്കർദാസ് തന്നെ സംസാരിച്ചു. മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? ശങ്കർദാസ് ചോദിച്ചു. അത് പിന്നെ എൻ്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത്? മേഘ വിക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു ഫോൺ നമ്പർ കിട്ടാനാണോ ഇത്ര പ്രയാസം? ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ? ശങ്കർദാസ് ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞതെങ്കിലും കേട്ട മേഘക്ക് അതത്ര സുഖകരമായി തോന്നില്ല. സർ, എന്തിനാണ് എന്നെ വിളിച്ചത്? മേഘ ധൈര്യം സംഭവിച്ചു ചോദിച്ചു. എനിക്ക് മോളെ ഒന്ന് നേരിൽ കാണാൻ കഴിയുമോ? മോൾ ഇന്ന് ജോലിക്ക് കയറിയ വിവരം ഞാൻ അറിഞ്ഞു. സർ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്നെനിക്കറിയില്ല. ആദിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കാനോ അറിയാനോ താല്പര്യമില്ല. ആദിയുടെ കാര്യം നിനക്ക് കേൾക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ കുറച്ചു മുന്നേ കണ്ടുപിരിഞ്ഞത്? ശങ്കർദാസിൻ്റെ ചോദ്യം കേട്ട് മേഘക്ക് അരിശം വന്നു. സർ, ഇതെന്നോടല്ല, സാറിൻ്റെ മകനോട് ചോദിക്ക്. സാറിൻ്റെ മോനാണ് എന്നെ കാണാൻ വന്നത്. മേഘ തിരിച്ചു മറുപടി കൊടുത്തു. സാർ, ഇനി എന്നെ വിളിക്കരുത്. എല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. സാറിൻ്റെ മകൻ എന്നെ ഇന്ന് വരെ കാണാൻ വന്നത് എൻ്റെ അറിവോടെയല്ല. സാർ എൻ്റെ വിദഗ്ധമായി കണ്ടെത്തിയ സ്ഥിതിക്ക് എൻ്റെ നമ്പറിലേക്ക് വന്ന കാൾ ഹിസ്റ്ററി കൂടി എടുത്തു നോക്കൂ. മോൻ വിളിച്ചിട്ടുണ്ടോ എന്ന് കൂടി അറിയാമല്ലോ. എല്ലാ സത്യങ്ങളും വളരെ വൈകി അറിഞ്ഞ ഒരു പമ്പര വെടിയാണ് ഞാൻ. എനിക്ക് വന്ന നഷ്ടങ്ങൾ എൻ്റെ മാത്രം നഷ്ടങ്ങളാണ്. അതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മേഘ ഒന്ന് നിന്ന് കിതച്ചു. എന്തായാലും ഒരു കാര്യം ഞാൻ സാറിന് ഉറപ്പു തരാം. ഈ മേഘയുടെ ജീവിതത്തിൽ ആദി എന്നൊരു വ്യക്തിയോ അയാളുടെ ഓർമ്മകളോ ഉണ്ടാകില്ല. ആദിയുടെ പേര് പറഞ്ഞ് സാറിനി എന്നെ വിളിക്കരുത്. മറുഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും കേൾക്കാത്തത് കൊണ്ട് മേഘ ഫോൺ വെച്ചു. തനിക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്നു? അറിയില്ല. പറഞ്ഞതല്പം കൂടിപ്പോയെന്നറിയാം. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? ചിലപ്പോൾ ഞാൻ അഹങ്കാരിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. എന്തേലും കരുതട്ടെ, എനിക്കെന്താ? മേഘ സ്വയം പറഞ്ഞു. ഇതേ സമയം ഫോൺ പിടിച്ചുകൊണ്ടുള്ള ശങ്കറിൻ്റെ നിൽപ്പ് കണ്ടു ഭാമ അവിടേക്ക് വന്നു. ആദി അവിടെ എത്തിയോ ശങ്കരേട്ടാ? എന്നാൽ ആ കുട്ടി അവനെ 7 അരയത്ത് അടുപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ മേൽ താമസിക്കാതെ വീട്ടിൽ വന്നോളൂ. നാളെ ആര്യമോളെ ഡിസ്ചാർജ് ചെയ്യൂ. ചടങ്ങനുസരിച്ച് ആര്യമോളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അശ്വതിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ ആദ്യം അവിടേക്ക് പോകാതെ ഇരിക്കുമ്പോൾ എല്ലാവരും സംശയിക്കില്ലേ ശങ്കരേട്ടാ? സന്ദേഹത്തോടെ ഭാമ ചോദിച്ചു. സംശയം തോന്നാതിരിക്കില്ല. മേഘ അവളുടെ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആദ്യം ഇനി അവിടെ തുടരുവാനുള്ള സാധ്യത കുറവാണ് ഭാമേ. അവൻ തിരിച്ചു വരും, അല്ലാതെ എവിടെ പോവാൻ? ശങ്കർ ഭാമയുടെ മുഖത്തേക്ക് നോക്കി. ഭാമ നെടുവീർപ്പിട്ട് കസേരയിലേക്കിരുന്നു. മൈഥിലിയുടെ കൂടെ ഗോവിന്ദനും കൂടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. ശിവ കാർ പാർക്കിങ്ങിൽ കിടന്നു. മൈഥിലി പോകുന്നത് കാണാൻ ശിവക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മൈഥിലിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. മൈഥിലി ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു. ആരോഗ്യം നോക്കിക്കൊള്ളണേ അച്ഛാ. ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ആവശ്യമില്ലാത്ത ആലോചന ഒന്നും വേണ്ട. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗോവിന്ദൻ മൈഥിലിയെ നോക്കി. എന്താ മോളെ? മേഘ ചേച്ചിക്ക് ശിവേട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അത് അച്ഛനോട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ചേച്ചി ഒരു ഒളിച്ചോട്ടി നാടകം നടത്തിയത്. അല്ലാതെ ചേച്ചിക്ക് ആരോടും പ്രേമമൊന്നുമില്ലായിരുന്നു. ചേച്ചിയുടെ കൂട്ടുകാരുടെ സഹായത്തോടെ നടത്തിയൊരു നാടകം മാത്രമായിരുന്നു ആ ഒളിച്ചോട്ടം. മൈഥിലി ഗോവിന്ദനെ പാളി നോക്കിക്കൊണ്ട് തുടർന്നു. ശിവയെ ഇഷ്ടമല്ലെങ്കിൽ... ഗോവിന്ദൻ വിഷമത്തോടെ മൈഥിലിയെ നോക്കി. അച്ഛന് ശിവേട്ടനോടുള്ള സ്നേഹവും വിശ്വാസവും മറ്റാരെക്കാളും ഞങ്ങൾക്കറിയില്ലേ? ചേച്ചി സമ്മതമില്ലെന്ന് പറഞ്ഞാൽ പോലും അച്ഛൻ ചേച്ചിയെ അനുനയിപ്പിക്കാൻ നോക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കാട്ടിക്കൂട്ടിയതാണ് ഇതെല്ലാം. കഴിഞ്ഞതൊക്കെ അച്ഛൻ മറന്ന് ചേച്ചിയോട് ക്ഷമിക്കണം. ചേച്ചി അച്ഛനോടെല്ലാം പറയാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണം ചേച്ചിയെ ഏറെ വിഷമിപ്പിച്ചു. ചേച്ചി കഴിഞ്ഞ ദിവസമാണ് എന്നോട് പോലും ഈ സത്യങ്ങൾ പറയുന്നത്. അച്ഛനും അമ്മയും ഒന്നും അറിയണ്ട, അവരുടെ മനസ്സിൽ ധാരണ ഒന്നും മാറ്റേണ്ട എന്ന് ചേച്ചി പറഞ്ഞു. പക്ഷേ എന്തോ എൻ്റെ മനസ്സ് അതിനോട് യോജിച്ചില്ല. ഈ സത്യങ്ങൾ അച്ഛൻ അറിയണമെന്ന് തോന്നി. ഒരിക്കലും ഞാൻ ഈ പറഞ്ഞതൊന്നും അച്ഛൻ ചേച്ചിയോട് ചോദിക്കരുത്. അതെൻ്റെ അപേക്ഷയാണ്. ശിവേട്ടനോടും ഞാൻ എല്ലാം പറഞ്ഞു. ഞാനിത് അച്ഛനോട് പറഞ്ഞില്ലെങ്കിലും ശിവേട്ടൻ പറഞ്ഞേനെ. മേഘ ചേച്ചിയെ വെറുക്കല്ലേ അച്ഛാ? മൈഥിലി യാചനയോടെ ഗോവിന്ദനെ നോക്കി. ഇല്ല മോളെ, എൻ്റെ മക്കളെ വെറുക്കാൻ എനിക്കാകില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. ഗോവിന്ദൻ മൈഥിലിയെ ചേർത്ത് പിടിക്കുമ്പോൾ ആ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു. ട്രെയിൻ വന്നതും മൈഥിലി ഒന്നുകൂടി ഗോവിന്ദനെ നോക്കി യാത്ര പറഞ്ഞ് ട്രെയിനിൽ കയറി. ബാഗ് കോച്ചിലേക്ക് വെക്കാൻ നോക്കിയതും ഗോവിന്ദൻ സഹായിച്ചു.
ട്രെയിൻ പുറപ്പെടാൻ പോകുന്ന അനൗൺസ്മെൻറ്റ് കേട്ടതും ഗോവിന്ദൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കൈവീശി കാണിച്ചു. ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയതും മൈഥിലി പെട്ടെന്ന് ശിവയുടെ ഫോണിൽ വിളിച്ചു. മിലി, ട്രെയിൻ പുറപ്പെടുവാണ് ശിവേട്ട. മൈഥിലിയുടെ സ്വരം നേർത്തു. പോയിട്ട് വാടോ, ശിവ പറഞ്ഞു. പിന്നെ ശിവേട്ട, നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശിവേട്ടനെ കാണുമ്പോൾ അച്ഛൻ മേഘചേച്ചിയെ പറ്റി പറഞ്ഞാൽ അറിഞ്ഞതെല്ലാം സത്യമാണെന്ന് പറഞ്ഞേക്കണം. ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ചേച്ചി ഒരുപാട് അനുഭവിച്ചില്ലേ, ഇനിയൊന്നും വേണ്ട. അച്ഛൻ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എല്ലാം വിട്ടെറിഞ്ഞ് ചേച്ചി വീട്ടിലേക്ക് ഓടിയെത്തും, മൈഥിലി പറഞ്ഞു. അല്ലെങ്കിലും ആരെയും സഹായിക്കാനോ സന്തോഷിപ്പിക്കാനോ ചെറിയ കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് വലിയ തെറ്റില്ല മിലി. നീ സമാധാനത്തോടെ പോയിട്ട് വാ. ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യും. എനിക്ക് ഭ്രാന്തായാൽ ഞാനങ്ങ് കയറി വരും, കേട്ടോടി കാന്താരി. മൈഥിലി ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ചു.